ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ ആശംസകൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ശാരീരിക ആരോഗ്യവും ഹൃദയാരോഗ്യവും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു. ഈ വർഷത്തെ ലോക ഹൃദയാരോഗ്യ ദിനം സെപ്റ്റംബർ 29 എന്താണ് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്? ഡു നോട്ട് മിസ് എ ഹാർട്ട് ബീറ്റ്. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് നിന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഹാർട്ട് പ്രിസർവ് ചെയ്യണമെങ്കിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വന്നിട്ട് പിന്നെ അതിനുള്ള ചികിത്സ തുടങ്ങിയിട്ട് കാര്യമില്ല. ഈ സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ അത് പ്രിവെൻഷനാണ് എപ്പോഴും നല്ലത്. നമ്മൾ വളരെയധികം കേൾക്കുന്നുണ്ട്, വളരെ യങ് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അവർ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുന്നു, അവിടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക് ഓരോ സിംറ്റംസ് ഇല്ലാതെ പ്രയാസങ്ങൾ വരുന്നു, മരണം വരെ സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കുവാനും അതിന് ചികിത്സ കൃത്യസമയത്ത് തന്നെ നേടുവാനും ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേ അത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണത്തിനുള്ള ഒരു അവസരമായി നമ്മളിത് കാണുക. World Heart Day 2025. Message this year is don't miss a beat. അത് നമ്മളെല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ അവർ ലൈഫ് ആൻഡ് ഡേ ടു ഡേ ലൈഫ് ആൻഡ് ടൈം സ്പെൻഡ് വിത്ത് ലൗഡ് വൺസ് അതിൻ്റെ ഒരു അവെയർനെസ് ഉണ്ടാക്കുക. Now we know that heart disease is becoming more prevalent in our present lifestyle. നമ്മുടെ തിരക്കേറിയ ജീവിതം, സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈൽ, lack of physical activity, diet follow ചെയ്യുന്ന കാര്യങ്ങൾ, all these things has increased the incidence in the present generation. In fact, ഇന്ത്യയിൽ largest morbidity അല്ലെങ്കിൽ ഡിസീസ് ബേർഡൻ ഈ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ്. ആൻഡ് എവറി ഡേ വി സീ മോർ ആൻഡ് മോർ പീപ്പിൾ യങ്ങർ ഇൻ ഏജ് coming for treatment. So it reminds us to be vigilant, proactive, consistent and treat when we find it. ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സിംറ്റംസിനെ ചെറുതായിട്ട് കാണില്ല. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ വിജിലൻ്റായിട്ട് നമ്മൾ അതിനൊരു എക്സ്പേർട്ട് അഡ്വൈസ് തേടുക. അതിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുന്നു. പിന്നെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്ത് ഹൃദയത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു റിമൈൻഡറാണ് ദിസ് ഇയർ. ഡോണ്ട് മിസ് എ ബീറ്റ്. താങ്ക് യു.